ഇത്തവണ ഉണ്ടായ വെള്ളപ്പൊക്കം എൻ്റെ നാടായ കുമാരനല്ലൂർ അങ്ങാടിയിൽ വെള്ളം കയറിയ ഒരു വീഡിയോ ആണ് കേട്ടത്. ഞാൻ അന്ന് വൈകുന്നേരം എടുത്തൊരു വീഡിയോ ആണ്. കുമാരനല്ലൂരിൽ നിന്ന് മുക്കത്തേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. ഈ റോഡാണ് ഇപ്പോൾ നിങ്ങൾ വെള്ളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൗൺ മസ്ജിദാണത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ വലത്തെ ഭാഗത്താണ് കൂടുതൽ വീടുകളുള്ളത്. ഈ ഭാഗങ്ങളിലെ വീടുകളിലൊക്കെ താഴെ നിലകളിൽ വെള്ളം കയറിയിരുന്നു. വെള്ളം കയറി ഇറങ്ങിയ സമയമാണ് ഇത്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയം ഇതിനേക്കാണ് കൂടുതലുണ്ടായിരുന്നത്. അന്ന് തന്നെ വൈകുന്നേരം തലേന്ന് രാത്രി നമുക്കറിയാം രാവിലെ മുതലേ നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് മിനി സ്റ്റേഡിയത്തിൻ്റെ സൈഡിലൂടെയുള്ള മുക്കത്തേക്കുള്ള റോഡാണ്. ഇത് കഴിഞ്ഞ് നമുക്കറിയാം അമ്മാജ് ഹോട്ടൽ ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് റിമാസി ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ വർക്ക്ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ സാധനങ്ങൾ രാത്രി മാറ്റിയതായിരുന്നു. ഈ റോഡ് നേരെ ചെന്നെത്തുന്നത് നമ്മളെ വൈബ്രിഡ്ജ് പാലത്തിലേക്കാണ്. വൈബ്രിഡ്ജ് പാലത്തിൻ്റെ തൊട്ട് താഴത്ത് ചായ് ചൗക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കട ഉണ്ടായിരുന്നു. അവിടേക്കും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈബ്രിഡ്ജ് പാലത്തിൽ അന്ന് ആളുകൾ കണ്ടില്ല, നിരവധി ആളുകളാണ് ഈ വെള്ളം കാണാൻ വന്നിരുന്നത്. അതുപോലെ തന്നെ പാലമൊക്കെ കാണാൻ വന്നിരുന്നത്. ഇവിടുന്ന് ഇടത്തെ ഭാഗത്ത് ആനയാങ്കുന്ന് റോഡാണ്. ഇപ്പോൾ പുറത്തു നിന്നുള്ളവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചെറുപുഴയും ഇരുവഞ്ഞിപ്പുഴയും ഒരുമിച്ച് ഒഴുകുകയാണ്. ഇനി പാലം കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് ഒഴുകുന്ന ഒരു കാഴ്ചയാണിത്. ഈ പുഴ പിന്നെ ചാലിയാറിലേക്കാണ് എത്തുന്നത്. ഞങ്ങളുടെ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുവഞ്ഞിപ്പുഴയും ചെറുപുഴയും എൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് വരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാം. ഇത് കണ്ടില്ല, ഇടത്തെ ഭാഗത്ത് ചെറുപുഴയാണ്, വലത്തെ ഭാഗത്ത് ഇരിഞ്ഞിപ്പുഴയാണ്. വെള്ളം പൊങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാണുന്നത്. ഇപ്പോൾ വളരെ അടിയിലുള്ള വെള്ളമാണ് ഇത്രയും പൊങ്ങി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഏകദേശം ഇങ്ങനെയാണ് പുഴ പോകുന്നത്. ചെറുപുഴ ഇങ്ങനെ അങ്ങോട്ടും പോകും, അതുപോലെ തന്നെ ഇരുവഞ്ഞിപ്പുഴ ഇതുപോലെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ നടുക്കുള്ള ഭാഗത്താണ് ഇത്രയും കടകൾ അതേപോലെ വീടുകളൊക്കെ ഉള്ളത് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ചത് ചെറുപുഴയിൽ നിന്നാണ് വെള്ളം പൊങ്ങി വരാറ്. അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗങ്ങളിലേക്ക് വെള്ളം ഇരുവഞ്ഞിപ്പുഴയിൽ നിന്ന് കയറാറുണ്ടെങ്കിലും അത് ഈ തവണ വെള്ളം എന്നത് അത്ര എഫക്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ മുക്ക സന്നദ്ധസേന വീട് ഒഴിപ്പിക്കുന്ന ഒരു രംഗമാണിത്. എൻ്റെ മുക്ക സന്നദ്ധസേന മാത്രമല്ല, പല പ്രവർത്തകരും, പല സന്നദ്ധ പ്രവർത്തകരും, അതുപോലെ തന്നെ യുവാക്കൾ, എൻ്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധസേന, കർമ്മ ഓമശ്ശേരി, അങ്ങനെ ഓരോ ഭാഗത്തുള്ളവർക്ക് അവരുടേതായിട്ട് ജോലികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ KSEBക്ക് ലൈൻ ഓഫ് ചെയ്യുന്ന പണികൾ, അതേപോലെ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തുള്ള ലൈനുകൾ ഓഫ് ചെയ്യുന്ന ഇത് ആനകുന്ന ഭാഗത്തേക്കുള്ള റോഡാണ്. ഇത് ഞങ്ങളുടെ ഭാഗത്തേക്കുള്ള റോഡാണ്. അന്ന് രാത്രി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. സന്നദ്ധ പ്രവർത്തകർ തികയാത്ത ഒരവസ്ഥയായിരുന്നു. കാരണം പല വീടുകളിലേക്കും ഒരേ സമയത്താണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. പലരും മാറ്റാൻ മടിച്ചിരിക്കുന്നുണ്ട്. സാധനങ്ങൾ മാറ്റുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ വെള്ളം കയറി വരില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പലരും മാറ്റൂല. അങ്ങനെ വെള്ളം കയറാൻ തുടങ്ങുമ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് മാറ്റാൻ തുടങ്ങുന്നത്. അപ്പോൾ തന്നെ എല്ലാവർക്കും കൂടുതൽ പണികളാണ് വരുന്നത്. എല്ലാ പ്രവർത്തകരും ഉണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രായഭേദമന്യേ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. രാഹുൽ ബ്രിഗേഡിയർ, SYS, ആവാസ് കുമാരനല്ലൂർ, അങ്ങനെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഒരുവിധം എല്ലാ പ്രവർത്തകരും തന്നെ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് നമുക്കറിയാം. എല്ലാവരും സജീവരായിരുന്നു. കാരണം രാത്രി കൂടിയായിരുന്നു. വെള്ളം കൂടി വരുന്നത് ഏകദേശം 2-2:30 സമയത്ത്, ആ സമയത്തുകളിൽ വരെ വെള്ളം കൂടി വരുന്ന അവസ്ഥയിൽ മാറ്റുന്ന ഒരവസ്ഥയായിരുന്നു. എന്നിട്ട് തന്നെ പലർക്കും ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമാരനല്ലൂർ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എല്ലാ ഭാഗങ്ങളും വെള്ളത്താൽ മൂടപ്പെടും. റോഡുകളെല്ലാം മൂടപ്പെടും. കാരമൂല ഭാഗത്ത് കൂടെ റോഡ് മൂടും. അഗസ്ത്യമോയ ഭാഗത്ത് പാലത്തിന് താഴെ വെള്ളം വരുന്നുണ്ട്, അതിലൂടെ യാത്ര നടക്കുന്നില്ല. അതുപോലെ തന്നെയാണ് തിരുവമ്പാടി ഭാഗത്ത്, തൊണ്ടിമൽ ഭാഗത്ത് എല്ലാ ഭാഗവും ബ്ലോക്ക് ആവുന്നത് കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ഭാഗം ഒറ്റപ്പെടുന്ന അവസ്ഥ. ഇതുപോലെ തന്നെ പല താഴ്ന്ന പ്രദേശങ്ങളിലും ഒറ്റപ്പെടുന്നുണ്ട്. ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പല താഴ്ന്ന പ്രദേശങ്ങളും തന്നെ വെള്ളത്തിനടിയിലാവും എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം മഴ അടുപ്പിച്ച് പെയ്യുകയാണ്. ഈ മഴയിൽ തന്നെ നമുക്ക് ഭാഗ്യമെന്ന് പറയേണ്ടത്, കാരണം ഉരുൾപൊട്ടലുകൾ എവിടെയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങളെ മലയോര പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളും ഉരുൾപൊട്ടൽ ഭീതിയുള്ള ഭാഗങ്ങളാണ്. കഴിഞ്ഞ തവണ 2018 എനിക്ക് തോന്നുന്നത് 8-10 ഉരുൾപൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. അത്തരം ഒരു ഉരുൾപൊട്ടൽ ഈ തവണ ഉണ്ടാവാത്തത് എന്തോ ഭാഗ്യമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ദുരിതങ്ങൾ നമുക്ക് ഉണ്ടാകുമായിരുന്നു. കാരണം വെള്ളം ഓൾറെഡി നന്നായിട്ട് കൂടിയിരുന്നു. അതിലേക്കായിട്ട് കൂടുകയാണെങ്കിൽ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാവും. അതിനനുസരിച്ച് ദുരിതങ്ങളും ഉണ്ടാകുമായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് എന്തായാലും ആ അവസ്ഥയിലേക്ക് നമുക്ക് പോയിട്ടില്ല. ഇനിയും അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് കയറാൻ കഴിയില്ലല്ലോ. കയറാൻ കഴിയില്ല വണ്ടി. കയറുമോ?
സ്ഥലമൊന്നുമില്ല അപ്പുറം വരെ മൂടും ഇങ്ങനെ 4 ദിവസം 5 ദിവസം ഏത് മലയും മൂടും. ഒരാളെ കോണിമേൽ കയറണം ആദ്യം. മാക്സിമം ആളെ കൊണ്ട് വിളിച്ചോ. എന്താ അറിയോ, ഇതിലുള്ള ബാക്കി ആ അടുക്കളയിലും കുറച്ച് സാധനം ഉണ്ടാവും, അവിടെ ഒഴിവാക്കിയാൽ. ഞാൻ നിൽക്കിട്ടോ ഒരു മിനിറ്റ്. ആയില്ല ഇതെന്താ കുറെ കുപ്പി പാട്ടൊക്കെ വെയിറ്റ് അതിനകത്തില്ല. ശരിപ്പോൾ വീണോളൂ. अभी कहाँ जाएगा? कहाँ जाओ? अभी नहीं जाएगा. गाँव जाएगा अगर पानी रास्ते है.